കാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ കുറവുകളൊന്നും ഒരു തടസ്സമേയല്ല. അങ്ങനെ പരിമിതികളെ ഒരു തടസ്സമാക്കാത്ത ഒരു മിടുക്കി കുട്ടിയെ തേടി വന്നതാണ് കേട്ടോ. അസ്നമോളുടെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ സപ്പോർട്ട് ഈ കുഞ്ഞുമോൾക്ക് കൊടുക്കില്ലേ? സുഖാണോ? ആണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 3-ാം ക്ലാസ്സിലാട്ടോ ഞങ്ങൾ പഠിക്കണേ. വീഡിയോ ഭയങ്കര വൈറലാണല്ലോ, ഡാൻസ് ഒക്കെ കളിച്ചിട്ട്. എന്താ ഇത്, സ്കൂളിലൊക്കെ എന്ത് പറയുന്നു? കൊള്ളാന്ന് പറഞ്ഞു. ഇതാരാ ആദ്യം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേ? ഉമ്മയാണോ പോസ്റ്റ് ചെയ്തേ? ഏത് ഡാൻസ് ആയിരുന്നു? എല്ലാ പാട്ടും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പാട്ട് പാടുവോ? പാട്ട് പാടൂല. ഡാൻസ് കളിച്ചിട്ട് പിന്നെ എന്താ പാട്ട് പാടാത്തേ? സ്കൂൾ പാട്ട് പാടത്തില്ല. പക്ഷെ പാട്ട് പാടുന്നൊക്കെ തോന്നുന്നു. ഒന്ന് ശ്രമിക്കാൻ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. വീട്ടിലൊക്കെ എന്താ, വീട്ടിലൊക്കെ ഉമ്മയാണോ ഭയങ്കര സപ്പോർട്ട്? ഉമ്മയാണോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നേ? മോൾക്ക് ആദ്യം ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നു. ആളുകളൊക്കെ എന്താ പറഞ്ഞിരുന്നേ ആദ്യമൊക്കെ? കൊള്ളാന്നൊക്കെ പറയും. ഫ്രണ്ട്സ് ഒക്കെ എന്തെന്നാ പറയുന്നേ? അവർക്കൊക്കെ എങ്ങനെ പറയോ? അവരൊക്കെ എന്താ പറയാ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷാണോ? ആണ്. എല്ലാ പാട്ടിട്ട് ഡാൻസ് കളിക്കാം. ആദ്യം ഏത് പാട്ടിട്ടാ ഡാൻസ് കളിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. എത്രാം ക്ലാസ്സിലാ ഡാൻസ് കളിച്ചു തുടങ്ങിയേ? കുഞ്ഞു പരുവത്തിലേ ഞങ്ങൾ കളിക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ വലിയ പരുവായപ്പോഴും ഞങ്ങൾ കളിക്കുന്നുണ്ട് അല്ലേ? ആണ്. വീട്ടിലാരൊക്കെ ഉള്ളേ? ഉമ്മയും വാപ്പിയും ഇക്കായും മൂത്താപ്പയും വാപ്പവും എല്ലാരും ഉണ്ട്. ഇനിയിപ്പൊ ആരൊക്കെയാ ഡാൻസ് കളിക്കുമ്പോ ഒക്കെ എന്താ പറയാ, പാട്ടൊക്കെ സെലക്ട് ചെയ്തൊക്കെ തന്നതാരാ? ഉമ്മയാണോ തരുന്നേ? ചേട്ടനൊന്നും ചെയ്തു തരൂല? തരൂല? ഇല്ല. ചേട്ടൻ ഡാൻസ് കളിക്കോ? ഇടക്കിടക്ക് ഡാൻസ് കളിക്കും. ഇനിയിപ്പോ സെലിബ്രിറ്റി ഒക്കെ ആയല്ലോ സ്കൂളില്. വീഡിയോ ഒക്കെ വൈറലായപ്പോ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറഞ്ഞേ? ടീച്ചറും കാണുമായിരുന്നു. ഇപ്പൊ അടുത്ത സമയത്ത് വന്ന് ഇന്റർവ്യൂ ടീച്ചർ കണ്ടായിരുന്നു. ടീച്ചർ കണ്ടു. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ? എന്തുവാ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഡാൻസ് കളിക്കാൻ പറഞ്ഞോ അവിടെ? എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിയൊക്കെയാണോ നിക്കുന്നേ? ഇത് കണ്ടോ, ഞങ്ങള് ബ്ലഷും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും കൂടെ, ചിരിച്ചേ. ഇനിയിപ്പോ എന്താ പറയാ, യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ? ഉണ്ട്. അതിനകത്തൊക്കെ എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നേ നിങ്ങള്? വാട്സാപ്പിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇടുന്നത് നമ്മള് നോക്കിയെടുത്ത് ഞങ്ങൾ ഇടും. അത് യൂട്യൂബിലേക്കൊക്കെ ഇങ്ങനെ വ്ളോഗുകളൊക്കെ ചെയ്ത് തുടങ്ങാറുണ്ടോ? അതോ ഡാൻസ് മാത്രമേ ഉള്ളൂ? ഡാൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിടാനായിട്ടൊക്കെ ആഗ്രഹം തോന്നാറുണ്ടോ? ഇങ്ങനെ ഞാനിപ്പോ ഗൈസ് വന്നിരിക്കുന്നത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോ വരും കേട്ടോ. അടുത്ത അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എവിടെ പോണം എന്നാണ് ആഗ്രഹം? പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്കൊരു ഡാൻസ് കളിച്ച് കാണിച്ചു തരാമോ? അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കണേ. താങ്ക് യു. ഞങ്ങൾ ഇങ്ങനെ മാത്രം ഭയങ്കര ഭവ്യതയോടുകൂടി ഞങ്ങൾ താങ്ക് യു എന്നൊക്കെ പറയും. അടിപൊളിയാട്ടോ, നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. പഠിക്കാനൊക്കെ പോണ്ടോ ഡാൻസ്? ഞങ്ങൾ ഡാൻസ് പഠിക്കാനും പോണ്ട്. ഇനി അടിപൊളിയായിട്ട് ഇനിയും കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പറ വരും അല്ലേ? എന്നോട് നേരത്തെ ചോദിച്ചു നേരത്തെ, ഉടുപ്പൊക്കെ കൊള്ളാമോ? നിങ്ങക്ക് ഉടുപ്പ് ഇഷ്ടായോ? ഉടുപ്പ് കൊള്ളാമോ എന്ന് ചോദിച്ചേ. ഉടുപ്പ് കൊള്ളാവോ? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയാ, നല്ല അടിപൊളിയായിട്ട് പഠിക്കണേം കൂടെ കുട്ടിയെ. ഞങ്ങൾ ഡാൻസ് മാത്രമല്ല പഠിക്കുന്നേം കൂടെ കുട്ടിയെ. മുടിയൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കെട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
വാവയുടെ ഉമ്മി വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉമ്മിയാണ്. ചേട്ടനൊന്നും ചെയ്തു തരില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ചേട്ടനൊന്നും ചെയ്തൊന്നും തരില്ല. ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നത് ഉമ്മിയാണ്. ഉമ്മിയുടെ പേര് ഷൈജി ചേച്ചി. ചേച്ചി എന്താ പറയാ, ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത് ചേച്ചി ചുമ്മാ ഒരു രസത്തിന് പോസ്റ്റ് ചെയ്തതാ. ടിക്ടോക്ക് ഉള്ള സമയത്ത് അന്നൊക്കെ എടുത്തിടുവായിരുന്നു, ടിക്ടോക്കായിട്ട് ഇടുവായിരുന്നു. ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോൾ പിന്നെ ഫേസ്ബുക്കിലോട്ട് ആടി. ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് എന്താ പറയാ, വീഡിയോസിന്റെ പെരുമഴയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡാൻസ് കളിക്കും എന്നുള്ള രീതിയിൽ എപ്പോഴാ തോന്നിയത്? അത് ചുമ്മാ കളിച്ചപ്പോ അങ്ങനെ? അംഗനവാടിയിലൊക്കെ പോയിട്ട് വരുമ്പം പാട്ട് പാടിയിട്ട് തന്നെ ഇല്ല, മോഹൻലാലിന്റെ ഒരു പാട്ടൊന്നും ഇറങ്ങില്ലായിരുന്നു? ഏത് പാട്ടാ? അല്ലെ, മുണ്ടുമടക്കി ഫസ്റ്റ് ചെയ്യുന്ന ആ വീഡിയോ ആണ്. അപ്പൊ അത് ചെയ്തിട്ട് തന്നെ പാടിയിട്ട് തന്നെ അങ്ങ് ചെയ്തു. പാട്ട് പാടില്ലെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ചെയ്തു. പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരുമായിട്ട് പാട്ട് പാടുന്നതായിട്ട് ചെയ്യിച്ച് അത് കഴിഞ്ഞു. പിന്നെ ആള് പാട്ടിടുമ്പോ അങ്ങ് ചുമ്മാ നടക്കുമ്പോഴേ കുലുങ്ങിയാ നടക്കുന്നത്. അന്നേരം പിന്നെ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആളുകളൊക്കെ എന്താ പറഞ്ഞിരുന്നത്? അതായത് ഈ വീഡിയോസ് ഇടണ്ട അങ്ങനത്തെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു മോശം കമന്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് പേര് വീഡിയോസ് ഇടുമ്പോ പറഞ്ഞിട്ടുണ്ട്. അവര് പറയും ഞങ്ങൾക്ക് ബാഡ് കമന്റ്സ് വരുന്നുണ്ടെന്ന്. പക്ഷെ മോളുടെ വീഡിയോക്ക് ഇതുവരെ അങ്ങനെ ഒരു കമന്റ്സ് വന്നിട്ടേ ഇല്ല. മോളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞവര് ഒരുപാട് പേരുണ്ട്. പുറത്ത് വേറെ രാജ്യത്തുനിന്ന് അവരൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇപ്പൊ ഗൾഫിലൊക്കെ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മോളെ കാണാൻ വരും, മോളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കണം. കുറച്ച് ദിവസം ഇല്ല അടുപ്പിച്ചെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ അവർ തിരക്കും, എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല, മോൾ എന്ത് ചെയ്യും, മോൾക്ക് സുഖമാണോ, അങ്ങനെയൊക്കെ തിരക്കാറ്. ഈ സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെയാ മാനേജ് ചെയ്യാതൊക്കെ? വീഡിയോസ് ഒക്കെ ഇടക്കിടക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള സമയത്ത് ടീച്ചേഴ്സും സ്കൂളിലുള്ള ആളുകളൊക്കെ എന്താ പറയുന്നത്? കുഴപ്പമില്ല, എല്ലാരും നല്ല സപ്പോർട്ട്, എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതോ ഏത് പാട്ടിട്ടാലും മോള് കളിക്കും അല്ലെ? ഏത് പാട്ടിട്ടാലും കളിക്കും. പിന്നെ ഇച്ചിരി കൂടെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ ഇടുമ്പം ആള് പറയും കൊള്ളാം, കേട്ടിട്ട് പറയും കൊള്ളാം, നല്ല രസം, എനിക്ക് തുള്ളാൻ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങള് കളിക്കുന്നത് അല്ലേ? മോൾക്ക് ശരിക്കും എന്താ പറ്റിയത് എന്ന് വെച്ചാൽ കുഞ്ഞുനാളിലെ മുതല് ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. അന്നേരം അറിയത്തില്ല, എല്ലാം ദൈവം തരുന്നില്ലേ. അതെ. എന്നാലും ആ ഒരു എന്താ അതൊന്നും നോക്കാതെ മോള് ഡാൻസ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കുട്ടികളെക്കാട്ടിലും മിടിക്കുക. അതെ. ഇപ്പൊ പഠിക്കാനൊക്കെ എങ്ങനെയാ? പഠിക്കാനൊക്കെ ആള് ശ്രദ്ധിച്ചോളും. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവാണ്. ഒരു സമയവും അടങ്ങി അങ്ങ് ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരിയല്ല. എന്തോ ആലോചിച്ചൊക്കെ ഇരിക്കുക. എന്താ ഇപ്പൊ ആലോചിച്ചേ? അടുത്ത ഏത് പാട്ട് കളിക്കുന്നാണോ ഞങ്ങൾ ആലോചിച്ചേ? പാട്ട് പാടില്ലാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താ അന്ന് പണ്ട് പാടിയ ഒരു പാട്ട് എനിക്ക് പാടിത്തരോ? രണ്ട് വരി അത്രയും ദൂരത്തുനിന്ന് എവിടെ വന്നല്ലേ? ഒരു 2 ലൈൻ. ഏത് പാട്ട്? ഏതെങ്കിലും പാട്ട്. അയ്യോ, ഞങ്ങള് മൈക്ക് വെച്ചില്ല കേട്ടോ. ബനാന പാട്ട് ഞങ്ങൾ പാടാം. ബനാന പാട്ടാണോ? ബനാന പാട്ടെങ്കിൽ ബനാന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബനാന പാട്ട്. ബനാന പാട്ട് പാടൂ. മേരാ ജീവൻ ഏതോ കാലം കേടില്ലാതായോ, മായ പോകാം ലോകം കാണാൻ തേരാ പരഹ കെട്ടി, ഹൃദയം പൊട്ടി വരിയും തെറ്റി വടത്തി എത്തി, തരിയും തെറ്റി വിടത്തി. ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കാൽ തരാമോ, പൂകൊടു കാൽ വരി നാൾ വരണ്ടേ, നാൾ കൊടു താൽ വരി താൽ വരണ്ടേ. മന്ദാകിനി മന്ദാകുമോ, താമരേ നമരേ നമരേ താമരേ നമരേ എന്നാകുമോ. ഇതാണ് പാടില്ല എന്നൊക്കെ പറഞ്ഞത്. കണ്ടോ പാടണ കണ്ടാ? ഒരു പാട്ടും കൂടി ലാസ്റ്റ് പാടിക്കണം കേട്ടാ.
ഇപ്പൊ ഇൻട്രസ്റ്റ് ആയി ഞങ്ങൾക്ക്. എന്നാ ഒരു പാട്ടും കൂടി പാടോ? ലാസ്റ്റ് പാടാം. ഇനിയിപ്പോ വീഡിയോസ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യുന്ന നിങ്ങള്? ഒരു മിനിറ്റ്, മൈക്ക് ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്തോട്ടെ. ചേച്ചി പറഞ്ഞു ചേച്ചി. നിങ്ങൾ ഇനി എങ്ങനത്തെ വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന? യൂട്യൂബിലും ഒക്കെ? യൂട്യൂബിൽ ഇടണമെന്നുണ്ട്, സമയം കിട്ടാറില്ല, പഠിക്കാൻ പോകുന്നോണ്ടേ. വന്നിട്ട് സമയം കിട്ടുമ്പോ ഒക്കെ യൂട്യൂബിലൊക്കെ ഇടണം. പഠിത്തം ഉള്ളത് കൊണ്ട് ഇത് ഇടാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോ പഠിത്തം നിർത്താൻ വല്ല പ്ലാൻ ഉണ്ടോ? യൂട്യൂബ് ഇല്ല. അപ്പൊ വീഡിയോസ് ഇപ്പൊ ബ്ലോഗൊക്കെ ആൾക്ക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എങ്ങനെയാ നിങ്ങള് ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പിന്നീടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇപ്പഴേ വെക്കണം. മോള് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നണട്ടാ അല്ലേ? ഹായ് ഗൈസ് എന്നൊക്കെ പറയാൻ ഭയങ്കര അല്ലേ? ഹലോ ഗൈസ് അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് തോന്നണം. അപ്പൊ അങ്ങനെ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ ഞങ്ങൾക്ക്? അതോ ഡാൻസ് മാത്രമായിട്ട് ഒതുങ്ങി പോവോ? ഇല്ലില്ല.